Hi friends. ഇന്നൊരു ചെറിയ ട്യൂട്ടോറിയൽ ആണ് പോട്ട്ലി ഉണ്ടാക്കുന്നത് എങ്ങനെ. പോട്ട്ലി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കെട്ട് ഇങ്ങനെ ഉരുട്ടി കെട്ടുന്നതിനാണ് പോട്ട്ലി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, നെക്കിലൊക്കെ അത് ഭയങ്കര യൂസ് ആണ്. കണ്ടോ, ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് 2-3 സ്റ്റഫ് അതിൻ്റെ അകത്ത് നിറച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ. ഇങ്ങനെ ഡ്രസ്സിന് ഡിസൈൻ ചെയ്യാൻ, സ്ലീവ്സിന് ഡിസൈൻ ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ആവും. ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നെക്കിൽ വർക്ക് ഇടുന്നൊന്നും ഇഷ്ടമല്ല, പാച്ച് വർക്കൊന്നും. അപ്പം ഞാനിങ്ങനെ സിമ്പിളായിട്ടുള്ള നെക്കാണ് പ്രിഫർ ചെയ്യാറ് എപ്പം. അപ്പം ഞാൻ ഇങ്ങനെ ഡ്രസ്സിന് അറിയാൻ പാടില്ല, നെക്ക് ഇടണം അറിയാനും പാടില്ല, അതുപോലെയാണ് ഞാൻ നെക്ക് ഇടാറ്. അപ്പം നമുക്ക് നോക്കാം ഇതുപോലത്തെ പോട്ട്ലി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന്. നമുക്ക് കുറച്ച് ഇതുപോലെ സ്ക്വയറിൽ തുണി മുറിച്ചെടുക്കാം. അതുപോലെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ ഇങ്ങനത്തെ ഇത് കണ്ടോ, ചെറുങ്ങനെ തുണി കഷ്ണം ഉണ്ടാവില്ല, അതിന് ചെറുങ്ങനെ ഇങ്ങനെ കത്തിരിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നൈലോൺ പോലത്തെ സാധാ കോട്ടൺ അല്ല, ഒരു നമ്മൾ ടോയിലൊക്കെ വരുന്ന കോട്ടൺ ഇല്ലേ, അങ്ങനത്തെ കോട്ടൺ ആണെങ്കിൽ അതെടുക്കാം. ബോൾസ് നമ്മളെ ഫാൻസി ഷോപ്പിൽ കിട്ടും, തെർമോക്കോൾ ബോളാണ് ഇത് കണ്ടോ. അപ്പോൾ ഇതിൽ കുറേ ഷേപ്പിൻ്റെ ഉണ്ടാവും, നമ്മൾ ഇതിൻ്റെ ഒന്ന് സെലക്ട് ചെയ്ത് ഒരേ ഷേപ്പിൻ്റെ വേണം നമ്മളെപ്പോഴും എടുക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നോക്കാം. തുണി വെച്ചിട്ടാണെങ്കിൽ ഈസിയാണ് കണ്ടോ. ഇങ്ങനെ കുറച്ച് തുണി കത്തിരിച്ച് വെച്ചത് ഇങ്ങനെ എടുക്കാം. പിന്നെ ഇങ്ങനെ കുറച്ചും കൂടെ എടുക്കാം. എന്നിട്ട് ഇനി ഇങ്ങനെ നല്ലോണം ഉരുട്ടി പിടിക്കാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഉരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി പിടിക്കാം. നല്ല റൗണ്ടായി എന്ന് തോന്നുമ്പോൾ അതിന് നമുക്ക് നൂലിട്ട് ഇങ്ങനെ അടിയിലേക്കൂടെ ഈ നൂലിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ 1-2-3 ചുറ്റി ഇങ്ങനെ ചുറ്റി കൊടുക്കാം. 2-3 ചുറ്റി കൊടുത്തിട്ട് ഇനി ഒരു കെട്ടിട്ട് ഇങ്ങനെ കൊടുക്കാം. കണ്ടോ, 1-2 കെട്ടിട്ട് ഇങ്ങനെ കൊടുക്കാം. കണ്ടോ, നമ്മുടെ പോട്ട്ലി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പിന്നെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കാം. ഇത് കാണിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനി ഞാൻ ഡ്രസ്സ് നെക്ക് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച്. അപ്പം ഞാൻ ഇങ്ങനെ ഏതെങ്കിലും നെക്കൊക്കെ ഇടും, അതിനൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ കാണിച്ചത്. ഇങ്ങനെ ഉണ്ടാക്കാം. തെർമോക്കോൾ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഇതിനെ തെർമോക്കോളിൻ്റെ അകത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിനിങ്ങനെ റാപ്പ് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ റാപ്പ് ചെയ്തു. എന്നിട്ട് ഈ നൂല് വെച്ചിട്ട് ഈ നൂല് ഒരു തുമ്പ് കൈ പിടിക്കുക, മറ്റേതിന് ഇനിങ്ങനെ ചുറ്റുക. കണ്ടോ, ഈസിയാണോ, ഒന്നുമില്ല, നോക്കിക്കോളൂ. കണ്ടോ കണ്ടോ, ഇങ്ങനെ 1-2 കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ടിട്ടാകുമ്പോൾ ഈ എക്സ്ട്രാ കുറേ തുണി ഉണ്ടാവും, ഇനി ഒന്ന് കട്ട് ചെയ്ത് ഇത്തപ്പോരേ ആവശ്യമുള്ളൂ. ഇത്ര മതി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇത്. കണ്ടോ, ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തത്. ഇത് ഞാൻ അതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കോട്ടൺ ആണെങ്കിൽ സെയിം അതുപോലെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അതിനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലിനെ വിസിറ്റ് ചെയ്യാം. പല്ലവി ആൻഡ് വ്ളോഗാണ് എൻ്റെ ചാനൽ. ഇതുപോലത്തെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൽ ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ.